ബാലചന്ദ്രകുമാറിന്റെ മെഡിക്കൽ റിപ്പോർട്ട് ആശുപത്രി പുറത്തുവിട്ടു. അതൊന്ന് പരിശോധിക്കാം. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് പേരുകേട്ട ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ.എം. ചെറിയാൻ ഹോസ്പിറ്റലിൽ അധികൃതർ വളരെ ശ്രദ്ധയോടെ പരിചരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കിയെന്നതാണ് സത്യം. ബാലചന്ദ്രകുമാറിനെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും ഹോസ്പിറ്റലിൽ പരമാവധി വിശ്വാസമർപ്പിച്ച് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ദിലീപ് കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയായതുകൊണ്ട് തന്നെ 10ഓളം ഡോക്ടർമാരുടെ സംഘമായിരുന്നു ഇദ്ദേഹത്തെ ചികിത്സിച്ചിരുന്നത്. ഇന്ന് 5:30 ശാന്തി കവാടത്തിൽ ബാലചന്ദ്രകുമാറിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ശ്രീ ബാലചന്ദ്രകുമാർ എന്ന രോഗി കിഡ്നി ട്രാൻസ്പ്ലാന്റിന് നിർദ്ദേശിക്കപ്പെട്ടതിനെ തുടർന്ന് അതിന്റെ വിവിധ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കവേ ഗുരുതരമായ ഹൃദ്രോഗം കണ്ടെത്തുകയും ഇതേ തുടർന്ന് ഡോക്ടർ കെ.എം. ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. നെഞ്ചുവേദനയും ഹൃദയത്തിന്റെ പമ്പിങ്ങിന് തകരാറുകളും ഉണ്ടായിരുന്നു. ഇതുകൂടാതെ ഇദ്ദേഹത്തിന് ഡയബറ്റിസ്, രക്തസമ്മർദ്ദം, ബ്രെയിൻ ട്യൂബർക്ലോസിസ് എന്നിവയും ഉണ്ടായിരുന്നു. ഹൃദ്രോഗം ചികിത്സിച്ച് ഭേദമാക്കാതെ കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വിധേയനാകുവാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. തുടർന്ന് 13/11/2024 ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയുണ്ടായി. തുടർന്ന് ICUവിലേക്ക് മാറ്റുകയും ഡയാലിസിസിന് വിധേയമാവുകയും ചെയ്തു. 15/11/2024 വെന്റിലേറ്റർ സഹായത്തിൽ നിന്നും മാറ്റുകയുണ്ടായി. നെഞ്ചിനുള്ളിൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നത് കാരണം 16/11/2024 വീണ്ടും നെഞ്ച് തുറന്ന് ശസ്ത്രക്രിയ ചെയ്യുകയും ബ്ലീഡിംഗ് നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. 21/11/2024 റൂമിലേക്ക് മാറ്റിയെങ്കിലും ഇദ്ദേഹത്തെ ബാധിച്ചിരുന്ന ട്യൂബർകുലോസിസ് കാരണം ശ്വാസകോശത്തിന്റെ അവസ്ഥ മോശമാവുകയും ശ്വാസകോശത്തിൽ അണുബാധയും ഉണ്ടായി. 24/11/2024 വീണ്ടും ICUവിലേക്ക് മാറ്റുകയും ഡയാലിസിസ് അടക്കമുള്ള ചികിത്സകൾ തുടരുകയും ചെയ്തു. ഇതോടൊപ്പം സൈക്കോളജിക്കൽ സപ്പോർട്ടും നൽകുകയുണ്ടായി. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞതിനെ തുടർന്ന് ചിക്കൻ പോക്സ് ബാധിക്കുകയും ആയതിന്റെ ചികിത്സകൾ നൽകുകയും ചെയ്തു. അണുബാധ കുറയ്ക്കുവാൻ ഹൈഡോസ് ആന്റിബയോട്ടിക് മരുന്നുകൾ എന്നിവ നൽകിയെങ്കിലും അണുബാധ നിയന്ത്രണത്തിലാകാത്ത അവസ്ഥയിലായിരുന്നു. ഓരോ ചികിത്സയും മെഡിക്കൽ ബോർഡ് കൂടിയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. പ്രസ്തുത വിവരങ്ങൾ രോഗിയുടെ ബന്ധുക്കളെ യഥാസമയം അറിയിച്ചിരുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും അണുബാധ, ട്യൂബർക്ലോസിസ്, ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറവ് എന്നിവ കാരണം വളരെ ഹൈ റിസ്ക് ആയിട്ടാണ് ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയത്. വിദഗ്ധ ചികിത്സകൾ നൽകിയെങ്കിലും ബ്ലഡ് പ്രഷർ താഴ്ന്ന നിലയിലായിരുന്നു. അണുബാധ നിയന്ത്രണം വിധേയമാകാത്ത കാരണം രോഗിയുടെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കാത്ത അവസ്ഥയിൽ എത്തുകയും രോഗം മൂർച്ഛിച്ച് 13/12/2024 5:39 AM മരണം സംഭവിക്കുകയും ചെയ്തു.